വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും അവകാശപ്പെടുന്നു. പലപ്പോഴും റോഡിന് മുകളിലെ പൊന്തക്കാട്ടിൽ നിന്നോ തൊട്ടു താഴെയുള്ള കാടുമൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയർന്നു. അർദ്ധരാത്രിയിൽ ഈ വളവിലെത്തുന്ന വാഹനങ്ങളുടെ എഞ്ചിനുകൾ തനിയെ ഓഫാകും. ബൈക്ക് യാത്രികർ പൊടുന്നനെ ബൈക്കിൽ നിന്ന് എടുത്തെറിയപ്പെടും. ലൈറ്റുകൾ താനെ അണയും. ടയറുകളുടെ കാറ്റ് പോകും. അപസർപ്പക കഥകളിൽ എന്നും നിറഞ്ഞു നിന്നിരുന്ന സ്ഥലമാണ് സുമതി വളവ്. കഥകളിലൂടെയും വാമൊഴിയിലൂടെയും പേടി സ്വപ്നമായി മാറിയ സുമതി വളവിന്റെ ചരിത്രം സിനിമയാകുന്നുവെന്ന വ്യാഖ്യാനം വന്നതു മുതൽ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നവരെല്ലാം ജിജ്ഞാസയിലാണ്. മാളികപ്പുറം സിനിമയുടെ സംവിധായകനും അണിയറ പ്രവർത്തകരും ചേർന്നാണ് ചിത്രം ഒരുക്കുന്നത്. ഭരതന്നൂരിനും പാലോടിനുമിടയിൽ മയിലുമൂട് എന്ന മലയോര ഗ്രാമത്തിലാണ് സുമതി വളവ് എന്ന സ്ഥലം. 70 വർഷങ്ങൾക്ക് മുൻപ് കാമുകന്റെ ചതിയിൽ ജീവനും ജീവിതവും നഷ്ടമായ സുമതി എന്ന 22-കാരിയുടെ കഥയാണ് ഈ സ്ഥലത്തിന് പറയാനുള്ളത്. 1953 ജനുവരി 27 ഇവിടുത്തെ കൊടും വളവിൽ വെച്ചാണ് ഗർഭിണിയായിരുന്ന സുമതിയെ കഴുത്തറുത്തു കൊന്നത്. സാമ്പത്തികമായി താഴ്ന്ന കുടുംബത്തിലെ അംഗമായിരുന്നു കാര്യേറ്റ് ഊന്നമ്പാറ പേഴുമൂട് സ്വദേശി സുമതി. അയൽവാസിയും അകന്ന ബന്ധുവുമായ രത്നാകരന്റെ വീട്ടിൽ അടുക്കള ജോലിയെടുത്താണ് ഉപജീവനം നടത്തിയിരുന്നത്. അതിസുന്ദരിയായ 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സുമതി. അവളുടെ അച്ഛനും അമ്മയും ജോലിക്ക് നിന്നിരുന്ന മുതലാളി താണുവിന്റെ മകൻ രത്നാകരനുമായി സുമതി പ്രണയത്തിലാവുകയും ചെയ്തു. ജോലിക്കാരിയോട് താല്പര്യം തോന്നിയ രത്നാകരൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് സുമതിയെ വശത്താക്കുകയായിരുന്നു. രത്നാകരൻ സുമതിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു. പിന്നീട് സുമതി ഗർഭിണിയായി. സുമതിയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ സുമതിയെയും കൂട്ടി നാടുവിടുന്നു. ഒടുവിൽ ഗർഭിണിയാക്കിയ ശേഷം വാക്കുമാറുകയാണ് ചെയ്തത്. എന്നാൽ സുമതി തന്നെ വിവാഹം കഴിക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് വേണം പറയാൻ. സുമതി കൊല്ലപ്പെട്ട വളവിന് സുമതി വളവ് എന്ന പേരും വീണു. വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും അവകാശപ്പെടുന്നു. പലപ്പോഴും റോഡിന് മുകളിലെ പൊന്തക്കാട്ടിൽ നിന്നോ തൊട്ടു താഴെയുള്ള കാടുമൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയർന്നു. അർദ്ധരാത്രിയിൽ ഈ വളവിലെത്തുന്ന വാഹനങ്ങളുടെ എഞ്ചിനുകൾ തനിയെ ഓഫാകും. ബൈക്ക് യാത്രികർ പൊടുന്നനെ ബൈക്കിൽ നിന്ന് എടുത്തെറിയപ്പെടും. ലൈറ്റുകൾ താനെ അണയും. ടയറുകളുടെ കാറ്റ് പോകും. കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിച്ചു. കഥകൾ കാട്ടുതീ പോലെ പരന്നതോടെ ഒരു കാലത്ത് പട്ടാപ്പകൾ പോലും ഈ വഴി കടന്നു പോകാൻ ആളുകൾ മടിച്ചു. കൊല്ലപ്പെട്ട സുമതിയുടെ ആത്മാവ് ഈ പ്രദേശത്ത് ഗതി കിട്ടാതെ അലയുന്നെന്ന ധാരാളം കഥകളാണ് പടർന്നത്. രാത്രിയിൽ പ്രത്യേകിച്ച് ഇത്തരം കഥകൾ പലതും പ്രചരിച്ചു. കഥകളുടെ മറവിൽ മോഷണവും പിടിച്ചു പറയും പതിവായി. സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി പ്രദേശം മാറി. ഇന്നും നിരവധി സഞ്ചാരികൾ സുമതി വളവും തേടി മയിലുമൂട് എത്താറുണ്ട്. സുമതി വളവുമായി ബന്ധപ്പെട്ട കഥകൾക്ക് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണ് എന്നും പിടിച്ചുപറിയും അനാശാസ്യവുമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നും പാങ്ങോട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. സുമതിയുടെ പ്രേതത്തിന്റെ മറവിൽ ഒരു കാലത്ത് ഇവിടം സാമൂഹ്യ വിരുദ്ധർ കേന്ദ്രമാക്കിയിരുന്നുവെന്ന് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നുണ്ട്. രാത്രികാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച റോഡിൽ പ്രത്യക്ഷപ്പെട്ട് യാത്രക്കാരെ ഭയപ്പെടുത്തി പണവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും അപഹരിച്ച് എടുക്കലായിരുന്നു ഇവരുടെ രീതി. റോഡിൽ അള്ളുവെച്ച് ടയർ പഞ്ചറാക്കിയും റോഡിനു കുറുകെ കമ്പി വലിച്ചു കെട്ടി ബൈക്ക് യാത്രികരെ വീഴ്ത്തിയുമൊക്കെയായിരുന്നു കൊള്ള നടത്തിയിരുന്നത്. ഇരകളിൽ ഭൂരിഭാഗവും നാണക്കേട് ഭയന്ന് സംഭവം പുറത്തു പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തിരുന്നില്ല. മയിലുമൂട്ടിലും പരിസര പ്രദേശങ്ങളിലും പകൽ വെളിച്ചത്തിൽ കണ്ട പല മുഖങ്ങളും രാത്രികാലത്ത് സുമതിയാകാറുണ്ട്. ആ ഭാഗത്ത് റോഡിന്റെ കിടപ്പ് തന്നെ ശരിയല്ല എന്നും പോലീസുകാരിൽ ചിലർ തന്നെ പറയുന്നുണ്ട്. കൊടും വളവായതിനാൽ കൃത്യമായ ഗിയറിൽ അല്ല വാഹനമെങ്കിൽ എഞ്ചിൻ ഓഫായി പോകുന്നത് സ്വാഭാവികമാണ്. എന്തായാലും ഇപ്പോൾ നിരവധി സഞ്ചാരികൾ സുമതി വളവും തേടി മയിലുമൂട്ടിലെത്താറുണ്ട്.